മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ ചാൻസ് ടു റീബിൽഡ് ദ ട്രസ്റ്റ്, റീസ്റ്റോർ ഫെയ്ത്ത് ഇൻ എയർ ട്രാവൽ. അതായത് റീസെൻ്റ്ലി നടന്ന അഹമ്മദാബാദ് എയർ ആക്സിഡൻറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. സോ അതിനെക്കുറിച്ച് ഇനി എത്രത്തോളമാണ് എയർ ട്രാവൽ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്ത് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഇന്ത്യ നീഡ്സ് ടു ഡിസൈൻ ആൻഡ് ഇൻക്ലൂസീവ് പെൻഷൻ സിസ്റ്റം. അതായത് ഒരു ഫോർമൽ പെൻഷൻ കവറേജ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോപ്പുലേഷന് 12% ആൾക്കാർക്ക് മാത്രമാണ്. സോ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പെൻഷൻ ആർക്കിടെക്ചർ എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, ദ തേർഡ് ന്യൂക്ലിയർ ഏജ്. അതായത് ലോകം മൊത്തം ഇപ്പോൾ ഒരു തേർഡ് ന്യൂക്ലിയർ ഏജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, വാട്ട് ഈസ് നെതന്യാഹു എൻഡ് ഗെയിം ഇൻ ഇറാൻ. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഇനി എത്രത്തോളം മൂർധന്യാവസ്ഥയിലെത്തും? ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നെഗോസിയേഷൻ ടോക്കുകൾ ഒന്നും തന്നെ ഇതേവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വെസ്റ്റ് ഏഷ്യ എത്രത്തോളം ഡീസ്റ്റെബിലൈസ്ഡ് കണ്ടീഷനിലൂടെ കടന്നു പോകും എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ, ഇന്ത്യ ഇൻക്രീസ്ഡ് ഇറ്റ്സ് ന്യൂക്ലിയർ വാർഹെഡ് കൗണ്ട് ടു 180 in 2024, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട്. അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യം, ഈ പറഞ്ഞ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ ന്യൂക്ലിയർ കൗണ്ട് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. സോ ഇതൊരു ന്യൂക്ലിയർ റേസിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ടിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, വാട്ട് ഈസ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ആർട്ടിക്കിളിലൂടെയും കടന്നു പോകാം. ഫസ്റ്റ് വൺ, എ ചാൻസ് ടു റീബിൽഡ് ദ ട്രസ്റ്റ്, റീസ്റ്റോർ ഫെയ്ത്ത് ഇൻ എയർ ട്രാവൽ. അതായത് അഹമ്മദാബാദ് എയർ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു എഡിറ്റോറിയൽ ആയിരുന്നു ഇത്. സോ എയർ ഇന്ത്യ 171 ക്രാഷ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, നിലവിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പറയുന്ന പല റീസൺസ് നമ്മൾ ഈ ഒരു ആക്സിഡൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്യുവൽ എൻജിൻ ഫെയിലുവറോ അല്ലെങ്കിൽ ഡെബ്രിസ് ഓർ ബേർഡ് ഇഞ്ചക്ഷനോ ഒക്കെ ആയിരിക്കാം കാരണമെന്ന് പ്രിലിമിനറി വിഷ്വൽസിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കീ ടെക്നിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ, അതേണക്ക് തന്നെ പോസിബിൾ ഓവർലോഡിങ്, അൺറിട്രാക്റ്റഡ് ലാൻഡിംഗ് ഗിയർ, ലോങ് ടേക്ക് ഓഫ് റൺ തുടങ്ങിയവയൊക്കെ ആയിരിക്കാം ഈ പറയുന്ന ക്രാഷിന് കാരണമായിട്ടുള്ളതെന്നാണ് നിലവിലത്തെ ഫൈൻഡിങ്സ്. സോ ദെൻ മീഡിയ ഹിസ്റ്ററി വേഴ്സസ് ഫാക്ട്സ്. അതായത് മീഡിയ പലപ്പോഴും ഒരു പാനിക് എന്ന രീതിയിലേക്ക് ഈ ഒരു കാര്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. വെരിഫൈഡ് അല്ലാത്ത ഡേറ്റ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ ഒരു പാനിക് സിറ്റുവേഷൻ റൈസ് ചെയ്യുന്നതിൽ മീഡിയയ്ക്കും വളരെ വലിയൊരു പങ്ക് ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ DFDR. അതായത് ഈ പറഞ്ഞ DFDR റെക്കോർഡ് ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. സ്പീഡ്, ആറ്റിറ്റ്യൂഡ്, ഹെഡിങ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ DFDR റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ CVR, കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ. കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്ന് പറയുന്നത് പൈലറ്റിൻ്റെ കോൺവെർസേഷൻ, കോക്ക്പിറ്റിൽ അവരുടെ ഓഡിയോ തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ റാം എയർ ടർബൈൻ. റാം എയർ ടർബൈൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പവർ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എമർജൻസി പവർ സോഴ്സ് ആണ് ഈ പറഞ്ഞ റാം എയർ ടർബൈൻ എന്നുള്ളത്. ഇതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനും അതിനൊക്കെ തന്നെ സിസ്റ്റത്തിൻ്റെ വർക്ക് കൺട്രോൾ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ റാം എയർ ടർബൈൻ യൂസ് ചെയ്യുന്നത്. ദെൻ എയർക്രാഫ്റ്റ് പെർഫോമൻസ് ഫാക്ടേഴ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് എയർക്രാഫ്റ്റിൻ്റെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടെമ്പറേച്ചർ. വളരെയധികം ടെമ്പറേച്ചർ കൂടുമ്പോൾ എയർ ഡെൻസിറ്റി വളരെയധികം ലോ ചെയ്യാറുണ്ട്. അങ്ങനെയാകുമ്പോൾ എൻജിൻ പവറും അതനുസരിച്ച് തന്നെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ പ്രഷർ. ലോ പ്രഷർ പലപ്പോഴും ത്രസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ പറയുന്ന ത്രസ്റ്റ്? ത്രസ്റ്റ് എന്ന് പറയുന്നത് എൻജിൻ ഫോഴ്സ് ആണ്. അതിനെ അഫക്റ്റ് ചെയ്യുന്നത് പല ഘടകങ്ങളുണ്ട്. ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യാറുണ്ട്, പ്രഷർ അഫക്റ്റ് ചെയ്യാറുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ത്രസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ NTSB, ICAO, FAA. എന്താണ് ഈ പറയുന്ന NTSB? US-ൻ്റെ സിവിൽ ഏവിയേഷൻ ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന NTSBയുടെ റോൾ എന്നുള്ളത്. അതേണക്ക് തന്നെ സേഫ്റ്റി റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ NTSB റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ദെൻ ICAO എന്ന് പറയുന്നത് സിവിൽ ഏവിയേഷൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അതേണക്ക് തന്നെ ഇൻ്റർനാഷണൽ സേഫ്റ്റി കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും അവരുടെ ഒബ്ജക്റ്റീവാണ്.
ദെൻ എഫ് എ യു എസിൻ്റെ സിവിൽ ഏവിയേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. അതേണക്ക് തന്നെ സേഫ്റ്റി റൂൾസ്, എയർക്രാഫ്റ്റിനെ സർട്ടിഫൈ ചെയ്യുക തുടങ്ങിയൊക്കെയാണ് FAAയുടെ മേജർ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS3 GS2 ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതേണക്ക് തന്നെ ഗവേണൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, എയർക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ മെക്കാനിസം ആൻഡ് ഏവിയേഷൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഇൻ ഇന്ത്യ, റോൾ ഓഫ് മീഡിയ എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിൾ ജേർണലിസം ഡ്യൂറിംഗ് ക്രൈസിസ്, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി ഓവർസൈറ്റ് ഇൻ സിവിൽ ഏവിയേഷൻ. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ, ഇന്ത്യ നീഡ്സ് ടു ഡിസൈൻ ആൻഡ് ഇൻക്ലൂസീവ് പെൻഷൻ സിസ്റ്റം. അതായത് നമുക്ക് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള പെൻഷൻ ആർക്കിടെക്ചറുടെ ആവശ്യകതയാണ് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോ പെൻഷൻ കവറേജ് ഇൻ ഇന്ത്യ, അതായത് ഒരു 12% ഇന്ത്യൻ പോപ്പുലേഷന് മാത്രമാണ് ഫോർമലായിട്ട് പെൻഷൻ അസസ് ചെയ്യാനുള്ള സാധ്യതകൾ ഇന്നുള്ളത്. സോ ഇത് ഇൻഫോർമൽ സെക്ടർ 85% വർക്ക് ഫോഴ്സ് ഉള്ള ഇൻഫോർമൽ സെക്ടേഴ്സിനെ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പെൻഷൻ അസറ്റ് എന്ന് പറയുന്നത് വെറും GDPയുടെ 17% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അതേസമയം അഡ്വാൻസ്ഡ് എക്കോണമീസിന്റെ കേസിൽ അത് 80%ഓളം പോണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ എന്താണ് ഈ പെൻഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ചാലഞ്ചസ്? ഫസ്റ്റ് വൺ 3S, അതായത് സ്കെയിലബിലിറ്റി, സെൻസിറ്റൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇത് മൂന്നുമാണ് ഇന്ന് ഇന്ത്യൻ പെൻഷൻ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്നുള്ളത്. സോ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ പല സ്കീംസും ഫ്രാഗ്മെന്റഡ് സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനൊക്കെ തന്നെ സെൻസിറ്റൈസേഷൻ, ജനങ്ങൾക്കിടയിലുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി വളരെയധികം ലോ ആണ്. ദെൻ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഫണ്ട് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെൻറ് കണ്ടെത്താനുള്ള പോസിബിലിറ്റീസ് വളരെയധികം, റവന്യൂ അത്രത്തോളം കിട്ടുന്നില്ല. അതും ഗവൺമെൻറ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ ആണ്. സോ ഇതെല്ലാം തന്നെ യൂണിവേഴ്സൽ പെൻഷൻ കവറേജ് എന്ന ഗവൺമെൻറ് എയിമിന് ഒരു റോഡ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. സോ റീഫോം പ്രപ്പോസൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 3 ടയർ പെൻഷൻ സിസ്റ്റം ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്ന് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. Tier 1 എന്ന് പറയുന്നത് മാൻഡറ്ററി ബേസിക് പെൻഷൻ ഫോർ ഓൾ ആണ്. അതിനൊക്കെ Tier 2 എന്ന് പറയുന്നത് എംപ്ലോയർ ബേസ്ഡ്, അതായത് ഒക്കുപേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള സ്കീംസ് ആണ്. Tier 3 എന്ന് പറയുന്നത് വോളണ്ടറി മാർക്കറ്റ് ലിങ്ക്ഡ് പെൻഷൻസ് ആണ്. അതായത് ടാക്സ് ഇൻസെൻറ്റീവ്സ്, ഡിജിറ്റൽ അസസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ Tier 3 നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, നാഷണൽ പെൻഷൻ സിസ്റ്റം. അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റിസൺസിനും അത് ഓപ്പൺ ആണ്. 18 to 65 ഇയേഴ്സ് ഏജ് ആണ് അതിൻ്റെ ഒരു ഏജ് ബാറായിട്ട് നമ്മൾ പറയുന്നത്. അതിൽ 2 tiers ഉണ്ട്. Tier 1 എന്ന് പറയുന്നത് ലോക്ക്ഡ് ആയിരിക്കും. Tier 2 എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ്. എംപ്ലോയീസിനും അതിനൊക്കെ തന്നെ ഗവൺമെൻറ്റും കോൺട്രിബ്യൂഷൻസ് ഈ ഒരു നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 18 to 14 ഏജ് ബാറാണ് അതിൽ നമുക്ക് കാണുന്നത്. അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെൻഷനാണ്. 1000 to 5000 പെർ മന്ത് ആയിരിക്കും. അതായത് 60 വയസ്സിന് ശേഷമായിരിക്കും അടൽ പെൻഷൻ യോജന ഉള്ളത്. ഓട്ടോ ഡെബിറ്റ് സ്കീമിലാണ് അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. അതിനെ തന്നെ ഗവൺമെൻറ് കോൺട്രിബ്യൂഷനും ഈ പറയുന്ന അടൽ പെൻഷൻ യോജനയിലുണ്ട്. നെക്സ്റ്റ്, എക്കോണമിക് സർവേയുടെ 2025-26 ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, GDP ഗ്രോത്ത്. നമ്മുടെ GDP ഗ്രോത്ത് 6.4% ആണ്. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്, റീഫോംസ്, ഡിജിറ്റലൈസേഷൻ, ഈ 3 മേഖലകളിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സോ അതേ കണക്ക് തന്നെ എക്കണോമിക് സർവേയിൽ ഗ്ലോബൽ റിസ്ക്കും ഡൊമസ്റ്റിക് റെസൈലൻസിൻ്റെ ഒക്കെ ആവശ്യകതയെക്കുറിച്ചും ആ ഗ്ലോബൽ റിസ്കിൽ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ പറയുന്ന എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട്. ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസി റേഷ്യോ. അതായത് ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസി റേഷ്യോ വളരെ അധികം കൂടുകയാണെങ്കിൽ അത് ആ ഒരു രാജ്യത്തിന് വളരെയധികം പെൻഷൻ ബർഡൻ കൂട്ടുകയായിരിക്കും ചെയ്യുക. സോ ഏജിങ്, അതേണക്ക് തന്നെ ലോ ബർത്ത് റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസി റേഷ്യോനെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2-ലും GS3-ലും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ഇൻഫോർമൽ സെക്ടർ ആൻഡ് ഗിഗ് എക്കോണമി വർക്കേഴ്സ്. Then policy design for inclusive and universal pension system, pension fund sustainability, financial inclusion and long-term fiscal stability, demographic transition and its economic implication on aging and dependency. ഇത്രയും ടോപ്പിക്കിൽ ഈ ഒരു ആർട്ടിക്കിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് തേർഡ് ആർട്ടിക്കിൾ, ദ തേർഡ് ന്യൂക്ലിയർ ഏജ്. അതായത് ഒരു തേർഡ് ന്യൂക്ലിയർ ഏജിൻ്റെ എമർജൻസിനെ കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതായത് ഡിറ്ററൻസ് റൂൾസ് ഭയങ്കരമായിട്ട് ഈസ് ആയതായിട്ട് നമുക്ക് ലോകമെമ്പാടും കാണാൻ സാധിക്കും. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് ലോകമെമ്പാടും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് ലോകം വളരെയധികം വോളറ്റൈൽ സ്റ്റേറ്റിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയർ പോസ്റ്ററിംഗ് ആയാലും അതേപോലെ ഡിറ്ററൻ നോംസിന്റെ ബ്ലർനെസ് ആയാലും ഒക്കെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ ഇറാന്റെ നേരെയുള്ള സ്ട്രൈക്കായാലും അതേണക്ക് തന്നെ റഷ്യ യുക്രൈൻ വാറൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് അത്രയും വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഡിക്ലൈൻ ഓഫ് ഗ്ലോബൽ ന്യൂക്ലിയർ നോംസ്, അതായത് മുന്നേ ഉണ്ടായിരുന്ന ഫ്രെയിംവർക്കുകളായ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റ്, ബൈലാറ്ററൽ ട്രീറ്റ് തുടങ്ങിയൊക്കെ ഇന്ന് വീക്കൻ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലും ആംഡ് അതായത് ന്യൂക്ലിയർ റേസ് വളരെയധികം ഇൻക്രീസ് ചെയ്തതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിസാർമമെന്റ് കമ്മിറ്റ്മെന്റ്സിൽ നിന്ന് രാജ്യങ്ങളൊക്കെ പിന്നോട്ട് മാറുന്നു. അത് പലപ്പോഴും ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷന്റെ ക്രെഡിബിലിറ്റി തന്നെയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. ദെൻ റൈസ് ഇൻ ന്യൂക്ലിയർ ഇൻസ്റ്റെബിലിറ്റി, കാരണം ഒരു പൊസഷൻ എന്നതിനേക്കാൾ അപ്പുറം ഒരു ന്യൂക്ലിയർ റേസ് ആണ് ഇന്ന് രാജ്യങ്ങൾ മൊത്തം ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് ഓതർ പറയുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ്, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റ് അല്ലെങ്കിൽ NPT ട്രീറ്റ്. ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്നുണ്ടായിരുന്നത് ന്യൂക്ലിയർ വെപ്പൺസിന്റെ സ്പ്രെഡ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ന്യൂക്ലിയർ യൂസ് ചെയ്യുക, ഡിസാർമമെന്റ് കണ്ടീഷനിലേക്ക് ലോകത്തെ പുഷ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു NPT ട്രീറ്റിയുടെ മേജർ ഒബ്ജക്റ്റീവ്. ദെൻ ആർട്ടിക്കിൾ 6 ഡിസാർമമെന്റ് കണ്ടീഷനെ കുറിച്ചുള്ള ടോക്കുകളെ കുറിച്ചാണ് ആർട്ടിക്കിൾ 6 മെൻഷൻ ചെയ്തത്. അതിൽ പ്രത്യേകിച്ച് ഡെഡ് ലൈൻസ് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ദെൻ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി എന്നുള്ളത് USA-യും റഷ്യയുമായിട്ടുള്ള ട്രീറ്റി ആയിരുന്നു. 2026 വരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ഈ പറഞ്ഞ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി. ഇതിന്റെ കീ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് വാർ ഹെഡ് 1550, അതേണൊക്കെ തന്നെ മിസൈൽസ് അല്ലെങ്കിൽ ബോംബേഴ്സ് 700 എന്നുള്ള രീതിയിലേക്ക് കൗണ്ട് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ന്യൂ സ്റ്റാർട്ട് ട്രീറ്റിയുടെ ഏറ്റവും വലിയ പ്രൊവിഷൻസ്. സോ അതേണക്ക് തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഇൻസ്പെക്ഷൻസും ഡേറ്റ ചെക്കുകളും ഒക്കെ ഈ പറഞ്ഞ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റിയിൽ അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ അലോ ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂക്ലിയർ ബാൻ ട്രീറ്റി 2017 ഈ പറഞ്ഞ ന്യൂക്ലിയർ ബാൻ ട്രീറ്റി വരുന്നത്. 90+ സിഗ്നേറ്ററീസ് ഇതിനുണ്ടായിരുന്നു, 70+ റാറ്റിഫിക്കേഷൻസും ഉണ്ടായിരുന്നു. നോൺ ന്യൂക്ലിയർ കൺട്രീസ് ആയിരുന്നു ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ന്യൂക്ലിയർ ബാൻ ട്രീറ്റി എല്ലാ ന്യൂക്ലിയർ ആംഡ് കൺട്രീസും അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാറ്റോ അടക്കമുള്ള മേജർ അലൈസും മൊത്തം ഇതിനെ ഒപ്പോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആൻഡ് ഡിസാർമമെന്റ്. ന്യൂക്ലിയർ പ്രോളിഫറേഷൻ ട്രീറ്റിയിലുള്ള ന്യൂക്ലിയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് US, റഷ്യ, ചൈന, ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളാണ്. സോ ഇനിയും ലോകം ഡിസാർമമെന്റ് കണ്ടീഷനിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഇപ്പോൾ അത് കൂടുതൽ വീക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റബിലിറ്റി കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അതിൽ നിന്ന് കൂടുതലും ഒരു ഡിറ്ററൻസ് നോംസും അതേണക്കാൻ ഡിസാർമമെന്റ് കണ്ടീഷനിലേക്കൊക്കെ ലോകം മാറേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2-ലും GS3-ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. അതായത് ഗ്ലോബൽ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ റെജീം ആൻഡ് ഇറ്റ്സ് ഇറോഷൻ, evolving nuclear doctrines and their impact on global peace and security, role of nuclear weapons in current geopolitical conflicts and deterrence strategy തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു ആർട്ടിക്കിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എഡിറ്റോറിയൽ, വാട്ട് ഈസ് നെതന്യാഹു എൻഡ് ഗെയിം ഇൻ ഇറാൻ. അതായത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വളരെയധികം മൂർധന്യാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെഗോസിയേഷൻ ടോക്കുകളൊന്നും തന്നെ ഇപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനുമല്ല. സോ അങ്ങനെയാകുമ്പോൾ ഇത് വെസ്റ്റ് ഏഷ്യനെ എത്രത്തോളം ഡീസ്റ്റെബിലൈസ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വളരെയധികം എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എത്രത്തോളം ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഇസ്രായേലിന്റെ മേജർ ഗോൾ എന്ന് പറയുന്നത് ഒന്നുകിൽ റെജീം ചേഞ്ച് അല്ലെങ്കിൽ മിലിറ്ററി വിക്ടറി, അതും അല്ലെങ്കിൽ US-നെ വോറിലേക്ക് വീണ്ടും വലിച്ചെടുക്കുക, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റിസ്ക് അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി വളരെയധികം വലുതാണ്. സോ ഇത് പലപ്പോഴും ഇതിന്റെ എൻഡ് ഗെയിം, ഇതിന്റെ അവസാനം എന്തായിരിക്കും എന്നുള്ള ചിന്തകൾ ഇന്ന് തന്നെ ലോകത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ന്യൂക്ലിയർ യൂസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ മേജർ ഒബ്ജക്റ്റീവ്. അതേണക്ക് തന്നെ ന്യൂക്ലിയർ സൈറ്റുകൾ മോണിറ്റർ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ മേജർ ഒബ്ജക്റ്റീവാണ്. ദെൻ ബങ്കർ ബസ്റ്റർ ബോംബ്, അതായത് അണ്ടർഗ്രൗണ്ട് ടാർജറ്റിലേക്ക് ചെന്ന്
ഈ പറയുന്ന ബോംബുകളെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബങ്കേഴ്സും ടണൽസും ഒക്കെ അതിനെതിരെയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. സോ ഇത് പലപ്പോഴും സ്ട്രൈക്കിൻ്റെ അല്ലെങ്കിൽ അത്രയും ഒരു പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരിക്കും ഇതുകൊണ്ട് സൂചിപ്പിക്കുക. ദെൻ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. Escalating tensions between Israel and Iran and their impact on regional stability, role of diplomacy and global powers in nuclear negotiations, strategic implications of air superiority and missile warfare in modern conflict തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, India increased its nuclear warhead count to 180 in 2024, Stockholm International Peace and Research Institute report. അതായത് ലോകം മൊത്തത്തിൽ തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളരെയധികം ന്യൂക്ലിയർ മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. സോ ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഇന്ത്യയുടെ ഈ പറയുന്ന ആർസനൽസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ കൗണ്ട് എന്ന് പറയുന്നത് 180 വാർഹെഡ്സ് അത്രയും രീതിയിലേക്ക് തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യ കൂടുതലും ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാനിസ്റ്ററൈസ്ഡ് മിസൈൽ കേപ്പബിലിറ്റീസ് റൈസ് ചെയ്യാനാണ്. സോ ഇത് ഇന്ത്യ പാക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പാകിസ്ഥാനും സെയിം കാര്യം തന്നെ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ന്യൂക്ലിയർ റിസ്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും. കാരണം ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഒരു കൺവെൻഷണൽ കോൺഫ്ലിക്റ്റ് എന്നതിനേക്കാൾ അപ്പുറം ഇതൊരു ന്യൂക്ലിയർ ക്രൈസിസിലേക്ക് മാറാനുള്ള സാധ്യതയും ഈ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഗ്ലോബൽ ആംസ് കൺട്രോൾ ബ്രേക്ക് ഡൗൺ, അതായത് ന്യൂക്ലിയർ റേസിലേക്ക് ലോകം അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയിടാൻ മാത്രമായിട്ടുള്ള ട്രീറ്റീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇന്ന് നിലവിലില്ല. ഉള്ള ട്രീറ്റീസും മറ്റും തന്നെ ഇന്ന് വീക്കൺ സ്റ്റേറ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടിന്റെ കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ 180 ന്യൂക്ലിയർ വാർഹെഡ്സിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും കാനിസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള മിസൈൽസ്, അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽസും കാര്യങ്ങളുമാണ് ഇന്ത്യ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ചൈനയുടെയും ഈ പറയുന്ന ന്യൂക്ലിയർ എക്വിപ്മെൻറ്റ്സ് വളരെയധികം ഫാസ്റ്റായിട്ട് റൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ കൺട്രോൾ റെജീംസ് മൊത്തത്തിൽ വീക്കൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഇന്ത്യസ് ന്യൂക്ലിയർ ആർസനൽ, കാനിസ്റ്ററൈസ്ഡ് മിസൈൽസ് എന്ന് പറഞ്ഞാൽ റെഡി ടു ലോഞ്ച് സ്റ്റോറിംഗ് വാർഹെഡ് ടൈപ്പായിട്ടുള്ള മിസൈൽസ് ആയിരിക്കും. എക്സാമ്പിൾ അഗ്നി 5ന് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ വാർഹെഡ്സ് ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദെൻ അതേ കണക്ക് തന്നെ ക്വിക്ക് റെസ്പോൺസ് എന്ന രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി ആൻഡ് എക്സ്പയറി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ന്യൂ സ്റ്റാർട്ട് ട്രീറ്റിനെ കുറിച്ച്. US ആൻഡ് റഷ്യ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രീറ്റിയാണ്. 2026 ഫെബ്രുവരിയിലായിരിക്കും അത് എക്സ്പയർ ചെയ്യുക. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ട്രീറ്റി വരുമോ ഇല്ലേന്നൊന്നും ഇതേവരെ തീരുമാനമായിട്ടില്ല. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. കാരണം ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലോബൽ ന്യൂക്ലിയർ ആംസ് കൺട്രോൾ റെജീംസ് ആൻഡ് ദെയർ ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ്, ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻ ഫോർ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ഇൻ സൗത്ത് ഏഷ്യ, ഇന്ത്യസ് ന്യൂക്ലിയർ മോഡേണൈസേഷൻ ആൻഡ് ആൻ എമർജിംഗ് സ്ട്രാറ്റജിക് ഡിറ്ററൻസ് പോസ്ചർ തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു റിപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് വൺ, വാട്ട് ഈസ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, അതായത് എന്താണ് ഈ പറഞ്ഞ SAR മൈക്രോവേവ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക. എത്ര ഡാർക്ക്നെസ് സ്റ്റേറ്റ് ആയാലും എത്ര ക്ലൗഡി സ്റ്റേറ്റ് ആയാലും ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇതിൻ്റെ കീ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഓൾ വെദർ ഡേ നൈറ്റ് എർത്ത് ഒബ്സർവേഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ലാൻഡ് ആൻഡ് ഐസ് ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെജിറ്റേഷനിലുള്ള ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ഈ പറഞ്ഞ SAR കൊണ്ട് സാധിക്കും. ദെൻ നിസാർ മിഷൻ, നാസയും ഇസ്രോയും കൊലാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ പറഞ്ഞ നിസാർ മിഷൻ. നിസാർ മിഷൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്നുള്ളത് എവറി 12 ഡേയ്സിൽ എർത്തിനെ മൊത്തത്തിൽ ഇത് മാപ്പ് ചെയ്യും. എർത്തിനെയായാലും ഐസിനെയായാലും മൊത്തത്തിൽ മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിസാർ മിഷൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒബ്ജക്റ്റീവ്. സോ ഇത് നമുക്ക് വളരെയധികം എൻവയോൺമെൻറ്റ് മോണിറ്ററിംഗ് ഡേറ്റ നൽകുന്നതായിരിക്കും. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ SAR, അതായത് റഡാർ യൂസ് ചെയ്ത് നമ്മൾ ഷാർപ്പ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ പറയുന്ന സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്നത്. ഡേ നൈറ്റ് എല്ലാ വെതറിലും ഈ പറയുന്ന SAR വർക്ക് ആകുന്നതായിരിക്കും. അതിനൊക്കെ തന്നെ ക്ലൗഡ്സിനെ പെനിട്രേറ്റ് ചെയ്ത് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് SAR നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ദെൻ നിസാർ മിഷൻ, നാസയും ഇസ്രോയും കൊലാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ജോയിന്റ് എർത്ത് ഒബ്സർവേഷൻ മിഷനായിരുന്നു ഈ പറയുന്ന നിസാർ മിഷൻ. അതിനൊക്കെ ലാൻഡ്, ഐസ്, ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, വെജിറ്റേഷൻ തുടങ്ങിയ എല്ലാത്തിനെയും ട്രാക്ക് ചെയ്യാൻ ഈ പറഞ്ഞ നിസാർ മിഷനിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്.
ഡ്യുവൽ ഫ്രീക്വൻസി SAR ആയിരിക്കും ഇതിന് യൂസ് ചെയ്യുന്നത്. ദെൻ SAR വേഴ്സസ് ഒപ്റ്റിക്കൽ സെൻസേഴ്സ്. SARും ഒപ്റ്റിക്കൽ സെൻസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. SAR എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഏത് സമയത്തും വർക്ക് ചെയ്യുന്ന, എത്ര ക്ലൗഡി സ്റ്റേറ്റ് ആയാലും നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് SAR. അതേസമയം ഒപ്റ്റിക്കൽ ആകുമ്പോൾ പാസീവാണ്, സൺലൈറ്റിൻ്റെ ആവശ്യം വളരെയധികമാണ്, ക്ലൗഡ്സിന് ഇതിനെ ബ്ലോക്ക് ചെയ്യാനും പറ്റും. സോ SAR എന്ന് പറയുന്നത് ലൈറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല, ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത് ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS3ലും GS2ലും ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. കാരണം റോൾ ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി ലൈക്ക് SAR ഇൻ എൻവയോൺമെൻറ്റൽ ആൻഡ് ഡിസാസ്റ്റർ മോണിറ്ററിംഗ്, ആപ്ലിക്കേഷൻ ഓഫ് NISAR ഫോർ ട്രാക്കിംഗ് ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ, ഗ്ലോബൽ ചേഞ്ചസ് എക്സെട്ര, ഇന്ത്യ USA സ്പേസ് കോപ്പറേഷൻ ത്രൂ മിഷൻസ് ലൈക്ക് NISAR തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് നമ്മൾ മേജറായിട്ടുള്ള എല്ലാ എഡിറ്റോറിയൽസും അതേ കണക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.